എടോ പിയെ, ഞാൻ വീട്ടിലേക്ക് പോവാ. തന്നോട് എന്തോ ഞാൻ പറയാന്ന് വിചാരിച്ചു. എന്തായാലും പറഞ്ഞോ ബോസ്. അത് അവള് ആ പെണ്ണില്ലേ? അതേടോ, ആ പെണ്ണ്. എടോ അവളെടോ. എടോ അവള്, ആ പെണ്ണ്. മനസ്സിലായി, പറയൂ ബോസ്. അമൂല്യല്ലേ? ആ അവള് തന്നെ. അവളെ ഇവിടുന്ന് ഒരു കാറിൽ പറഞ്ഞയച്ചിരുന്നില്ലേ? ആ കാറ് തിരിച്ചു വന്നോ അതോ അവിടെ തന്നെയാണോ? ഇല്ല, അവൻ മേഡത്തിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നഗരീഷ് കമ്പനിക്ക് സാമ്പിൾ കൊടുക്കാൻ പോയി ബോസ്. അതെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യേ, അവളെ പിക്ക് ചെയ്യാൻ വേറൊരു കാറ് പറഞ്ഞേക്കേ. സൈറ്റ് ഒരുപാട് ദൂരെയല്ലേ, പാവം, അവൾക്ക് ബുദ്ധിമുട്ടാവണ്ട. ഓക്കെ ബോസ്, ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ അറേഞ്ച് ചെയ്യാം. ഗുഡ്. അല്ല, പെണ്ണുങ്ങളുടെ പെർഫ്യൂം സ്മെല്ല് വന്ന ഉടനെ തന്നെ ഛർദിക്കാൻ വരുന്നു എന്ന് പറഞ്ഞയാള് ഇപ്പൊ അമൂല്യ മേഡത്തിനെ പാവം എന്നൊക്കെ പറയുന്നല്ലോ. അത് മാത്രമല്ല, മേഡത്തിനെ പിക്കപ്പ് ചെയ്യാൻ കാറ് വരെ പറഞ്ഞയക്കുന്നു. ഇവരുടെ ഇടയിൽ എന്തോ നടക്കുന്നുണ്ടെന്നുള്ളത് ഗ്യാരണ്ടിയാ. അപ്പോ ഈ വഴക്കെല്ലാം വെറും ബിൽഡപ്പാ. നിനക്കൊന്നും പറ്റിയില്ലല്ലോ? അറിയോ? ഓക്കെ, നിങ്ങൾ കറക്റ്റ് ടൈമിൽ പിടിച്ചത് കൊണ്ട് ഓക്കെ. ഇല്ലെങ്കിൽ ചേച്ചി ഇപ്പൊ താഴെ വീണനെ. എന്തൊരു ടൈമിംഗ് ആണ് ചേട്ടാ. ജീവിതത്തിൽ നിങ്ങളുടെ പെണ്ണിനെ എങ്ങും വീഴാൻ അനുവദിക്കില്ലെന്ന് ഡിസൈഡ് ചെയ്തിരിക്കുകയാണല്ലേ. നല്ല ജോഡിയാണ് നിങ്ങളുടേത്. വരേണ്ടവര് വരാതിരുന്നിട്ടും അയാള് വന്ന് എന്ത് കാണുമായിരുന്നു അതിപ്പോ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ശാരിക, നമുക്ക് മറ്റെവിടെങ്കിലും സാരി നോക്കിയാലോ? ഇവിടെ തന്നെ നല്ലത് കിട്ടും ചേച്ചി. മറ്റെവിടെങ്കിലും ഒന്ന് പോയ വെറുതെ ടൈം വേസ്റ്റ് ആണ്. ചേട്ടാ, നിങ്ങൾ വരൂ, ചേച്ചി സഹായിക്കും. സാരമില്ല, നിങ്ങൾ നോക്കിക്കോ. എന്റെ സെലക്ഷൻ അത്ര നല്ലതല്ല. നല്ല സെൻസ് ഓഫ് ഹ്യൂമർ ആണ് ചേട്ടാ നിങ്ങളുടേത്. ഞങ്ങളുടെ ആരതി ചേച്ചി സെലക്ട് ചെയ്തു എന്ന് പറയുമ്പോ നിങ്ങളുടെ ടേസ്റ്റിനെ പറ്റി പറയാനുണ്ടോ? ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട. എന്തിനു വെറുതെ ഫോഴ്സ് ചെയ്യുന്നേ ശാരിക? സാരില്ല, വിട്ടേക്ക്. ചേച്ചി, ഇപ്പൊ തൊട്ട് തന്നെ ഷോപ്പിങ്ങിന് കൂടെ വന്നാൽ മുന്നോട്ടത് നിനക്ക് ഈസി ആവും. അദ്ദേഹത്തിന് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരിക്കും, അതുകൊണ്ട് എങ്ങനൊന്നും മിണ്ടാതെ നിൽക്കുന്നത് അല്ലേ ചേട്ടാ? എന്താ ആലോചിച്ച് നിൽക്കുന്നേ? ഇനി വന്നേ ചേട്ടാ. ആരതിയേച്ചി വാ. നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടിട്ട് ഓക്കെ ആണല്ലോ അല്ലേ? നിങ്ങൾ പറഞ്ഞതുപോലെ മറ്റുള്ളതെല്ലാം ഞങ്ങൾ ഒരാഴ്ചയിൽ ശരിയാക്കാം. ബാക്കിയെല്ലാം ഓക്കെ. സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം ഒന്നുകൂടി കറക്റ്റ് ചെയ്യും. ഷുവർ സാർ, തീർച്ചയായും എല്ലാ പ്രിക്കോഷൻസും ശരിയാക്കാം. ശരി, ഞാനപ്പോ ഇറങ്ങാം. ഓക്കെ സാർ. സാർ, അവിടുത്തെ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കുക. വാട്ട്? ഷോർട്ട് സർക്യൂട്ടോ? ഫ്യൂസ് എത്രയും പെട്ടെന്ന് മാറ്റ്. സാർ, അതാ ബോഡിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ. എല്ലാരും പേടിച്ച് ഓടുകയാണ് സാർ. എല്ലായിടത്തേക്കും സ്പാർക്ക് ആവുന്നുണ്ട് സാർ. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാം സാർ. എല്ലാരോടും പുറത്തിറങ്ങാൻ പറ. അകത്ത് ആരും ഉണ്ടാവാൻ പാടില്ല. വേഗം. സാർ, മിഷൻസ് എല്ലാം എന്താണ് ചെയ്യേണ്ടത് സാർ? മൊത്തം തീ പടരാണ്. എല്ലാം അൺലോഡ് ചെയ്തില്ലേ? ഇല്ല സാർ, പകുതിയായി. അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ ആലോചിക്കണ്ട. ബാക്കിയുള്ളത് വേദാന്തിന്റെ ഓഫീസിലെ ഗോഡൌണിലേക്ക് കൊണ്ടുപോകും. അതിനു മുമ്പ് എല്ലാവരും പുറത്തിറക്കണം. ഇവിടെ നമ്മൾ ഇറക്കിയത് മൊത്തം എന്താണ് ചെയ്യേണ്ടത് സാർ? എടോ, ജീവനേക്കാൾ വലുത് മറ്റൊന്നുമില്ല. ഇപ്പൊ അത് എടുക്കുന്ന വലിയ പ്രശ്നമാവും. ആദ്യം എല്ലാവരും പുറത്തിറക്ക്. ശരി സാർ. എല്ലാരും പുറത്തല്ലേ? അകത്തിനി ആരുമില്ലല്ലോ? അതെ സാർ, അകത്ത് ആരുമില്ല. ബിൽഡിംഗ് മൊത്തം അന്വേഷിച്ചതാ. അകത്ത് ഒരാൾ പോലും ഇല്ല സാർ. ശരി, നിങ്ങളെന്നാ ഇറങ്ങിക്കോ. ശരി സാർ.
ശബ്ദം? എന്താ ഇത്? എല്ലായിടത്തും സ്പാർക്ക് ഉണ്ടല്ലോ. ഹലോ, ആരെങ്കിലും ഉണ്ടോ? ഞാനിവിടെ ഒറ്റയ്ക്കാ. ഹലോ. ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സെലക്ട് ചെയ്തു. നിങ്ങൾക്ക് വേണ്ടി ഒന്നും വാങ്ങാൻ കഴിഞ്ഞില്ല. സോറി ചേട്ടാ. സാരമില്ല, ഞാൻ സാവധാനം സെലക്ട് ചെയ്തോളാം. അതെങ്ങനെ ശരിയാവും ചേട്ടാ? നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങുക തന്നെ വേണം. വാങ്ങണം, പക്ഷേ എനിക്ക് അത് വേണം ഇത് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ബർത്ത്ഡേക്ക് വാങ്ങുന്നതാവുമ്പോ കുറച്ച് നല്ലത് തന്നെ സെലക്ട് ചെയ്യണം, എങ്കിലേ ശരിയാവൂ. ഈ പ്രാവശ്യം ആർത്തിച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പല്ലേ ശാരിക, അവരുടെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുക്കാന്ന് കരുതി ഞാൻ തന്നെ ഒരു ഷർട്ട് സെലക്ട് ചെയ്തേക്കാം. ഇതിനെയാണ് ജോഡി നമ്പർ 1 എന്ന് പറയുന്നത്. നിങ്ങൾ ഇപ്പോഴേ എങ്ങനെയാണെങ്കിൽ കല്യാണം കഴിയുമ്പോഴേക്ക് എങ്ങനെയായിരിക്കും? എടുത്തു കൊടുക്ക ചേച്ചി. ചേട്ടന് ഏത് ഷർട്ടാ ചേരുന്നേ നോക്കി എടുത്തു കൊടുക്ക. നടക്ക് ചേട്ടാ, ഒന്ന് നടക്ക്. പോ പോ പോ. വിക്കിക്ക് പാഴ്സൽ ചെയ്യാനായിട്ടുള്ള അടുത്ത ബോംബ് റെഡി ആയിട്ടുണ്ട്. അല്ല, അവളെന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് ആരതി എനിക്ക് എന്തിനാ ഡ്രസ് വാങ്ങിക്കുന്നേ? ഇത് അവള് പറഞ്ഞതുകൊണ്ടൊന്നുമല്ല. ഞങ്ങൾക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് ഇത് ഞാൻ തരണമെന്ന് തോന്നി. ഇതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. ഒരു ഫ്രണ്ടായിട്ട് തരുന്നത് വേണ്ടെന്ന് പറയരുത്. ശരി, ആരതിയുടെ ഇഷ്ടം. ഇപ്പൊ ഇവളെന്നെ ഫ്രണ്ടായിട്ട് കാണുന്നു. നാളെ ഇവളെന്നെ തന്നെ വേണമെന്ന് പറയും. അങ്ങനെ പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് ഗൗതം എന്നല്ല. ഇത് നന്നായിട്ടുണ്ടല്ലേ? ആരതി, ഒരു മിനിറ്റ്. എനിക്കിതൊന്നും അറിയില്ല. സൈസ് ചെറുതാവുന്ന തോന്നുന്നേ. ഒന്ന് വെച്ച് നോക്കി പറയോ? ശരി. ഇത് ഓക്കെ ആണല്ലോ? ബോംബ് ഇസ് റെഡി. ഞാൻ കുടുങ്ങിപ്പോയല്ലോ. ഇവിടെയാണെങ്കിൽ ആരും കാണുന്നുമില്ല. എന്താ അവസ്ഥ ദൈവമേ. ആദ്യം ചേട്ടനൊന്ന് വിളിക്കാം. അത്യാവശ്യത്തിന് വിളിച്ചാൽ കിട്ടുമില്ല. അയ്യോ ദൈവമേ, ഇനി എന്ത് ചെയ്യും? എന്റെ ദൈവമേ, ഞാൻ ഇവിടെ ഇങ്ങനെ ആരും അറിയാതെ കുടുങ്ങി പോകുന്ന ഞാൻ ഒട്ടും വിചാരിച്ചതേ ഇല്ല. ഒരു മനുഷ്യനെ പോലും കാണുന്നില്ലല്ലോ ഇവിടെ. ദുഷ്ടന്മാര് എന്നെ ഉള്ളിൽ വിട്ടിട്ട് എല്ലാം അൺലോഡ് ചെയ്ത് പോയിരിക്കുന്നു. എനിക്ക് പുറത്തു പോകാൻ ഒരു വഴിയും കാണുന്നില്ലല്ലോ. എന്റെ ദൈവമേ, നീ തന്നെ എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. അവിടെ ഒരു വഴി കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് പോയി നോക്കാം. ഈ ഫോട്ടോ കണ്ടാ പിന്നെ വിക്കി ബ്ലാസ്റ്റ് ആകും. വിക്കി ഇങ്ങോട്ട് വരുവാണെങ്കിൽ പിന്നെ എന്റെ പ്ലാൻ ഞാൻ വിചാരിച്ചതുപോലെ സക്സസ് ആയി നിർത്തും.
എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഞാനും പോവാണ് ചേട്ടാ. അപ്പൊ ആരതി, താങ്ക് യു സോ മച്ച്. ചേച്ചി ഇത് പിടിക്ക, ഞാൻ വാഷ്റൂം പോയിട്ട് വരാം. നീ പറയൂ വിക്കി. ഞാൻ എന്താ പറയണ്ടേ? ഷോപ്പിംഗ് എല്ലാം നിങ്ങൾ സന്തോഷമായിട്ട് ചെയ്തില്ലേ? ഗൗതമിനോട് ഇങ്ങനെ കൺസേൺ കൂടിയിട്ട് സ്നേഹം ഇങ്ങനെ പതിഞ്ഞൊഴുകുവാണല്ലോ. എന്തൊക്കെ വിക്കി നീ പറയുന്നത്? ഒന്നും അറിയാത്തതുപോലെ എന്നോട് സംസാരിക്കരുതായിരുന്നേ. ഗൗതമിന്റെ കൂടെ നിനക്ക് ഷോപ്പിങ്ങിന് പോകാൻ പറ്റുമല്ലേ? എന്റെ കൂടെ നിനക്ക് വരാൻ പറ്റില്ല? വിക്കി നീ വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുക. അതെ, ഞാനാ ശരിയല്ലത്. ഞാൻ നേരിട്ട് കണ്ടതല്ലാതെ എന്നോട് നീ കള്ളം പറയുവാണല്ലേ? നീ എന്തൊക്കെയാ പറയുന്നത് വിക്കി? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ പറയുന്ന പോലൊന്നും സംഭവിച്ചിട്ടില്ല. വേണ്ട ആരതി, അത് തന്നെ ഇനി പറയേണ്ട കാര്യമില്ല. അവിടെ എന്തൊക്കെ നടന്നു എന്തൊക്കെ നടന്നില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മനസ്സിലായോ? നീ അവന് ഷർട്ട് വാങ്ങിയിട്ട് സൈസ് നോക്കി കൊടുക്കുന്നു, അവൻ നിന്നെ താങ്ങി പിടിക്കുന്നു. ഇതെല്ലാം ഞാൻ നേരിട്ട് എന്നെ കണ്ണുകൊണ്ട് കണ്ടതാ. ഹലോ ഹലോ, ഞാനിതൊക്കെ എങ്ങനെ അറിഞ്ഞോർത്ത് നീ ഷോക്കായതാണോ? സംസാരിക്കേ. നീ എന്താ സൈലന്റ് ആയത്? എന്റെ കോള് നീ അവോയ്ഡ് ചെയ്യാണല്ലേ? ഛേ, അമ്മ ഞാൻ ഇനിയും എത്തിയിട്ടില്ല എന്ന് കരുതി ടെൻഷൻ അടിച്ച് വിളിക്കായിരിക്കും. വിക്കി ആണെങ്കിൽ എന്തൊക്കെയോ പറയുന്നു. ഞാനിപ്പോ എന്താ ചെയ്യാ? അമ്മ വിളിക്കുന്നുണ്ട്, ഒരു മിനിറ്റ്. അമ്മേ. എവിടെയാ മോളെ നീയെ? അമ്മേ, ഞാനിവിടെ ബ്രോഡ്വേയില് ഒരു ടെക്സ്റ്റൈൽസിൽ നിൽക്കുക. സോറി അമ്മേ, ലേറ്റ് ആയിപ്പോയി. ഇപ്പൊ ഇറങ്ങാറായല്ലോ എന്ന് കരുതിയാ വിളിക്കാതിരുന്നത്. അയ്യോ പോട്ട്, സാരമില്ല. എനിക്കെന്തിനാ മോളെ ടെൻഷൻ? ശാരികയല്ലേ നിന്റെ കൂടെ? ഞാൻ വിളിച്ചതേ വേറൊരു കാര്യം പറയാനാ നിന്നോട്. എന്താ അമ്മേ? അമ്മു ഇനിയും വീട്ടിൽ വന്നിട്ടില്ല മോളെ. അവളുടെ ഫോണാണെങ്കിൽ നോട്ട് റീച്ചബിളും ആണ്. 6 മണിക്ക് മുൻപേ അവള് വീട്ടിലെത്തുന്നതല്ലേ. ഇവിടെ മഴയും വലിയ ഇടിയും ഒന്നുമില്ല. എനിക്കെന്തോ പേടിയാവുന്നു മോളെ ആരതി. ആണോ? അവൾ ഇനിയും വന്നില്ലേ? ഞാൻ അവളുടെ ഓഫീസിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് അമ്മയെ തിരിച്ചു വിളിക്കാം. ശരി മോളെ. ഹായ് സിദ്ധാർത്ഥ്, സോറി. നീ വിളിച്ചപ്പോൾ ഞാൻ ഡ്രൈവിംഗിലായിരുന്നു, എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. പറയൂ. എനിക്ക് അമൂല്യയുടെ വീട്ടിൽ നിന്ന് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. അവൾ എവിടെയാണെന്ന് വേദാന്തിന് അറിയോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ ഞാൻ. അവള് വീട്ടിലേക്ക് പോയില്ലേ? ഇല്ലാന്നേ, എല്ലാവരും പേടിച്ചിരിക്കുക. ഞാൻ അവളെ സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടാണല്ലോ. ഞാനാണ് കാർ അയച്ചത്. പിന്നെ സിദ്ധാർത്ഥ്, അവൾക്ക് തീരെ ഉത്തരവാദിത്ത ബോധമില്ല. ചിലപ്പോൾ അവളെ ഫ്രണ്ട്സിന്റെ വീട്ടിലും പോയി കാണും. സൈറ്റ് വിസിറ്റിന് ഞാനും പോയതാണല്ലോ വേദാന്ത്. അല്ല, അപ്പൊ നീ അറിഞ്ഞില്ലേ ഷോർട്ട് സർക്യൂട്ട് ആയ കാര്യം? എല്ലാവരും വിട്ടിട്ടാണല്ലോ ഞാനും ഇങ്ങോട്ട് വന്നത്. അവിടെ ആരുമില്ല. പിന്നെ അവള് നല്ല റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുട്ടിയല്ലേ. അവള് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയതാണെങ്കിൽ വീട്ടിൽ ഉറപ്പായിട്ടും ഇൻഫോം ചെയ്തിരിക്കും. നിങ്ങൾ അങ്ങനെയല്ലേ പറയൂ? നിന്റെ സിസ്റ്റർ അല്ലേ അവള്? അങ്ങനെയല്ല വേദാന്ത്, ജോലി തീർത്തിട്ട് പോയിന്ന് നിങ്ങൾ പറയുന്നു. പക്ഷെ അവള് വീട്ടിലെത്തിയിട്ടുമില്ല. പെൺകുട്ടിയല്ലേ, അതാ എനിക്ക് ടെൻഷൻ. അത് കറക്റ്റാ. പെണ്ണെന്ന് പറഞ്ഞാലേ ടെൻഷനാ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല വേദാന്ത്. അമൂലയുടെ വീട്ടില് നമ്മുടെ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. വിട്ടേക്ക്, ഇക്കാര്യം ഞാൻ നോക്കിയോളാം. ചേട്ടാ, അവൾ എവിടെയായിരിക്കുന്നു എനിക്ക് നന്നായിട്ട് അറിയാം. അവള് വീട്ടിലെത്തില്ലെങ്കിൽ എല്ലാവരും ടെൻഷൻ അടിക്കില്ലേ? അതിന് നീ എന്തിനാ കിടന്ന് ടെൻഷൻ അടിക്കുന്നേ? വെയിറ്റ്. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഏയ്, ഇവൻ എന്തീ പറ്റിയത്? ഒന്നും പറയാതെ പോയല്ലോ. താൻ വണ്ടി ഒന്ന് തിരിച്ചു നിർത്തിയേക്ക്, ഞാൻ പെട്ടെന്ന് പോയി വരാം. എങ്ങനെ ഈശ്വര പുറത്ത് കിടക്ക? അല്ലെങ്കിൽ എനിക്ക് തീയെന്ന് പറഞ്ഞ പേടിയാ. ദൈവമേ, നീ തന്നെ എന്നെ രക്ഷിക്കണേ.
ചെറിയമ്മേ, സിദ്ധാർത്ഥ്, നീ എന്താ മോനെ ഈ സമയത്ത് ഇവിടെ? ഇവനും കൂടെ ഉണ്ടല്ലോ. നമ്മുടെ അമൂല്യയുടെ വല്ല വിവരം കിട്ടിയോ മോനെ? ഇല്ല ചെറിയമ്മേ, ആരതി ഫോൺ ചെയ്തുകൊണ്ട് വന്നതാ. പക്ഷേ ഇതുവരെ അമൂല്യയുടെ വിവരമൊന്നും കിട്ടിയിട്ടില്ല. അവൾ ഒരിക്കലും ഇങ്ങനൊന്നും ചെയ്യില്ല മോനെ. അറിയാം ചെറിയമ്മേ, അവൾ അങ്ങനെയൊന്നും പറയാതെ പോവില്ലെന്നറിയാം. അവൾക്ക് വിവരമുള്ള കുട്ടിയാ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അവള് വരും. എന്നാലും പെൺകുട്ടിയല്ലേ സാർത്ഥൻ, ഒരിക്കലും ഇതുപോലെ ലേറ്റ് ആയിരുന്നു. പക്ഷെ ഇത്രയും ഇതുവരെ വൈകിട്ടില്ല. എനിക്ക് ഇവരെ സമാധാനിപ്പിക്കണോ അതോ അന്വേഷിച്ചു പോണോ എന്നൊന്നും അറിയില്ല. ഫോൺ വിളിക്കുമ്പോ കിട്ടിയിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു ഏട്ടാ. നിങ്ങൾ ആരും ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഒന്നും സംഭവിക്കില്ല. സിദ്ധാർത്ഥിന്റെ കൂടെ ഞാനും പോവാം. 2 വണ്ടികളായിട്ട് 2 സ്ഥലങ്ങളിൽ പോയി അന്വേഷിക്കാം. ഉറപ്പായിട്ട് കൊണ്ടുവരാം. പാവം വിക്കി എത്ര നല്ലവനാണ്. എന്നോട് ദേഷ്യമുണ്ടെങ്കിലും അമൂല്യെ തിരയാൻ സഹായിക്കുന്നുണ്ടല്ലോ. ചെറിയച്ച അവൾക്ക് ഒന്നും സംഭവിക്കില്ല, നിങ്ങളിങ്ങനെ പേടിക്കരുത്. ഞങ്ങൾ അവളെ അന്വേഷിച്ച് പോവാണ്. ഇടയിൽ അവളെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കാം. അവള് സേഫായിട്ട് വീട്ടിലെത്തും, പേടിക്കണ്ട. എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. ശരി മോനെ. ആ പ്രമി, വാ. വിക്കി, നീ ഇപ്പൊ ചെയ്യുന്ന സഹായത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ കാരണം നിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് എന്നോട് ക്ഷമിക്കണം. ഇതെന്റെ വീട്ടിലെ കാര്യത്തിന് ഞാൻ ഹെൽപ്പ് ചെയ്യാന്താ. എനിക്ക് വേണ്ടപ്പെട്ടവർക്ക് ആർക്കെങ്കിലും വിഷമുണ്ടായാൽ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യും. ഇതെല്ലാം കണ്ടിട്ട് ഞാൻ നിന്നോട് ക്ഷമിച്ചെന്ന് മാത്രം വിചാരിക്കരുത്. അമൂല്യ, 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 എന്റെ കാല് മുറിഞ്ഞല്ലോ. അമൂല്യ, 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 ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാവോ? നിന്നെ എത്ര നേരം കൊണ്ട് കിടന്ന് വിളിക്കുക? നിനക്കൊന്ന് വിളി കേട്ടൂടെ? ചെവി കേക്കില്ലേ നിനക്ക്? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഞാൻ ചത്തു കഴിഞ്ഞിട്ട് എന്റെ ശവം കൊണ്ടുപോകാൻ വന്നാ പോരായിരുന്നോ? അറ്റ്ലീസ്റ്റ് നീ വന്നത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ അതായിരുന്നു ഏറ്റവും നല്ലത്. നോക്ക്, നമുക്കിപ്പോ സംസാരിച്ചേക്കാൻ സമയമില്ല. വെറുതെ വാങ്ങി തോന്നി വിളിച്ചു പറഞ്ഞ് ടൈം വേസ്റ്റ് ചെയ്യണ്ട. ഇങ്ങോട്ട് വാ, പോവാം. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, നാടകവും കളിക്കണ്ട. ഇവിടുത്തെ അവസ്ഥ ഇതാണെന്ന് അറിഞ്ഞിട്ട് നീ എന്നെ മനഃപൂർവ്വം ഇങ്ങോട്ട് വിട്ടതല്ലേ? നീ ഒരു മനുഷ്യനാണോ? നിനക്ക് ഭ്രാന്താണോ? ഇപ്പൊ ഈ സിറ്റുവേഷനിലാണ് ഇതൊക്കെ പറഞ്ഞു നിൽക്കുന്നേ. നോക്ക്, ഇനി ഇവിടെ നിന്ന് കാര്യം വഷളാവും. കണ്ടിന്യൂസ് ആയി ഷോർട്ട് സർക്യൂട്ട് ആവുന്നുണ്ട്, അത് മനസ്സിലാക്കുന്നേ ആദ്യം. ഇനി ഇവിടെ നിന്ന് ബിൽഡിംഗ് മൊത്തം കത്തും. ഒന്ന് വാ. ഇപ്പോഴേ ഈ കാര്യം നിങ്ങൾ അറിഞ്ഞെന്ന് ഭാവിക്കണ്ട. ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല. തീയപ്പെട്ട് മരിക്കാൻ എന്റെ വിധിയെങ്കിൽ അത് അങ്ങനെ അങ്ങ് നടക്കട്ടെ. എന്നാലും ഒരു കാരണവശാലും എനിക്ക് നിന്റെ ഒരു ഹെൽപ്പും വേണ്ട. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പുറത്തു വന്ന് പറയ്. വാ.
എന്റെ അടുത്ത് ഓവർ സ്മാർട്ടായി സംസാരിക്കാൻ അറിയാലോ നിനക്ക്. ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ബിൽഡിങ്ങിന് പുറത്തെത്തണമെന്ന് അറിയില്ല നിനക്ക്. എല്ലാരും ബിൽഡിങ്ങിന് പുറത്തേക്ക് എത്തിയല്ലോ, നീ എന്താ ചെയ്തോണ്ടിരുന്നേ? അക്കൗണ്ട്സ് ക്ലിയർ ചെയ്ത് തന്നില്ലെങ്കിൽ എന്നെ കമ്പനിന്ന് പറഞ്ഞു വിടുന്നത് നിങ്ങളല്ലേ പറഞ്ഞത്. തോക്കാനേ എനിക്ക് പറ്റില്ല. നീ ശരിക്കും മെന്റലാണോ? ജീവൻ ഉണ്ടെങ്കിലല്ലേ ജയവും തോൽവിയും ഒക്കെ. എല്ലാത്തിനും തർക്കോത്തരം പറയാൻ അറിയില്ല നിനക്ക്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരുന്നു? ഐ മീൻ, ഞാനല്ലേ ഉത്തരം പറയേണ്ടി വരിക. എല്ലാം കുട്ടിക്കളിയാണല്ലോ നിനക്ക്. എന്താ നീ നോക്കി നിൽക്കുന്നേ? കൈ വേദനിക്കുന്നു. ഇവിടെ നിൽക്ക്, ഫസ്റ്റ് എയ്ഡ് കിറ്റ് എടുത്തോണ്ട് വരാം. നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ആർ യു ഓക്കെ? ഒന്നും പറ്റിയില്ല. നീ കാരണം എന്റെ കാലം മുറിഞ്ഞേ. നടക്ക്. കാറ് കയറിയിരിക്കാൻ ഇനി നിന്നെ പ്രത്യേകം ക്ഷണിക്കണോ ഇങ്ങോട്ട്? നിനക്ക് ഹീറോയെ പോലെ വന്ന് എന്നെ സേവ് ചെയ്തു പറഞ്ഞ് ബിൽഡപ്പും അഡ്വാൻറ്റേജും എടുക്കാൻ നോക്കുന്നോ? ഞാൻ നിന്നെ പോലെ ലൂസ് അല്ല. സീറ്റ് ബെൽറ്റ് എല്ലാം കറക്റ്റ് ആയിട്ട് ഇടണം. നീ തന്നെ ഇട്ടോ.